എന്നോടൊപ്പം പീതാംബരൻ ചേരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, കേൾക്കാമോ? അതെ അതെ അതെ. കുറെ നാളായി ശ്രീ പീതാംബരന്റെ ശബ്ദം കേട്ടിട്ട്. ശബ്ദത്തിന് താങ്കളെ കണ്ടിട്ട് താങ്കളെ ഇടക്കിടക്ക് കാണുന്നില്ല. താങ്കളെ ഇടക്കിടക്ക് ഇംഗ്ലീഷ് മെഡിസിൻ മേടിച്ച് കഴിക്ക്. അതെ, താങ്കളെ ഇടക്കിടക്ക് താങ്കളെ കാണുന്നില്ല. അപ്പൊ ഇടക്കിടക്ക് എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും. അതാ നല്ലത്. മാറും. അയ്യപ്പനൊരു നേരത്തെ നേർന്നേരി ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. പിന്നെ അതിന്റെ പുറത്തൊരു ആയുർവേദ പരിരക്ഷ എന്ന തരത്തിൽ പോയതാണ്. ഇംഗ്ലീഷ് മരുന്നാണ് പ്രധാനമായി കഴിക്കുന്നത്. അത് ശരി, ഇടക്കിടക്ക്. അതെ, ശരീരവും പ്രായത്തിന്റെ ഒക്കെ പാലിക്കണമല്ലോ. പിന്നെ എനിക്ക് ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ള മനോ, കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയ കാലം മുഴുവൻ നെഹ്റുവിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഭരിച്ചു വന്നിട്ട് 57 ശേഷമാണ് നമുക്കൊരു ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുള്ളത്. 67 കിട്ടി. ഇത് ജനങ്ങൾ വിളിച്ചു കൊടുത്തതാണ്. ജനങ്ങൾ വിളിച്ചു കൊടുക്കാൻ താല്പര്യം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. അപ്പോ ഈ അയ്യപ്പന്റെ കാര്യത്തിൽ ഒരു നിലപാട്, അത് കമ്മ്യൂണിസ്റ്റ് ഒന്നും ഇല്ലോ, കോൺഗ്രസ് ഒന്നും ഇല്ലോ, RSS ഒന്നും ഇല്ലോ. അതായത് അയ്യപ്പൻ എത്ര എണ്ണമുണ്ട്, എത്ര അയ്യപ്പനുണ്ടെന്ന് ആദ്യം ഈ ആളുകളോട് ചോദിക്കണം. അവിടെ സ്ത്രീകൾ കയറ്റണമെന്ന് ഞാൻ നിർബന്ധിക്കല, പക്ഷെ കയറണമെന്നൊരു അഭിപ്രായമുള്ളവര് ഉണ്ടെങ്കിൽ അഭിപ്രായം കൊണ്ട് പങ്കുവെക്കണേ. എന്താണ് അതിന്റെ തെറ്റുള്ളത്? അതിന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കാൻ തന്നാൽ ഇവിടെ ശാസ്ത്രത്തെയും വികസനത്തെയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക. ഈ കോൺഗ്രസ്സുകാരും BJP-ക്കാരും കൂടി ഇത് മുഴുവൻ കൈവച്ചിട്ടിരിക്കുന്ന അമ്പലം. എന്തുകൊണ്ട്? എത്ര അമ്പലമുണ്ട്? എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പോകുന്നുണ്ട്. സ്ത്രീകൾ ഈ ബിംബത്തെ എടുത്ത് ആരാധിക്കുന്നുണ്ട് കയ്യിൽ. എന്നിട്ടൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പോ ശരിക്കും അയ്യപ്പനെ കളിയാക്കിയല്ലേ ഇവര്? എത്ര അയ്യപ്പനുണ്ട് ഇവിടെ? എന്റെ അഭിപ്രായം ഞാൻ പറയാം. യാതൊരു കാരണവശാലും ഈ ഭരണം പോകില്ല. അതുകൊണ്ടൊന്നും പിണറായി വിജയന്റെ ഭരണമോ കമ്മ്യൂണിസ്റ്റുകാരുടെ നയിച്ചതും പോകില്ല. ഒരു പിണറായി ഇല്ലെങ്കിൽ വേറെ പിണറായി ഇവിടെ വരും, ഉറപ്പ്. ആ ഭരണം ഉറപ്പിച്ച് സ്ത്രീകളുടെ വോട്ട് മുഴുവൻ കിട്ടും. സ്ത്രീകൾ അങ്ങോട്ട് പോകാൻ കാത്തിരിക്കുകയും പ്രശ്നമനസ്സിലായ അയ്യപ്പന് മറ്റുള്ള വരുന്ന അയ്യപ്പന് കാണാമെങ്കിൽ സ്ത്രീകൾ അവിടെ വന്ന് കാണാൻ എന്താ പ്രശ്നമുള്ളൂ? അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ മുരളീധരൻ എന്നോട് പറയുന്ന കൈക്കൂലി അനാചാരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അനാചാരമാണ്. രാജുക്കുട്ടി, പ്ലീസ് ബി കെയർഫുൾ, KP ശശികല വിൽ നോട്ട് ഹിയർ ദിസ് എന്ന് പറയുന്നുണ്ട്. അത് ഷിജു, അതായത് ഇദ്ദേഹം ക്രിസ്ത്യാനിയാണെന്നും അയ്യപ്പ ക്ഷേത്രത്തിൽ ജോലി ചെയ്ത ആളാണെന്നും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ KP ശശികല ടീച്ചർ അംഗീകരിക്കില്ല എന്നാണ് ഷിജു സൂചിപ്പിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കാതിരിക്കാൻ വഴിയില്ല. കാരണം സന്നിധാനത്ത് പോലും ഏത് മതത്തിലുള്ള ആളുകൾക്കും പോകാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളുടെ കാര്യം ആർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നെ അപ്പോൾ എന്നോട് ഇപ്പം വേറെയും ചില പ്രേക്ഷകർ ചേരുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയാണ്. അനാചാരങ്ങൾ അറബിക്കുടലിൽ, ഇടതുപക്ഷം സ്ത്രീവിരുദ്ധം അല്ല, ആകരുത് എന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.